സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. ബി ഫാഷൻ, ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമെയ്ഡ്സ്, TP കോംപ്ലക്സ് നിയർ PAK ഗോൾഡ്, പൂക്കോട്ടുംപാടം. കാളികാവ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈ വർഷവും യൂത്ത് ലീഗ് ഇഫ്താർ വിരുന്ന് ആരംഭിച്ചു. ഇഫ്താർ വിരുന്നിന്റെയും ടോക്കൺ വിതരണത്തിന്റെയും ഉദ്ഘാടനം ദേശീയ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി നിർവഹിച്ചു. പരസ്പരം മനുഷ്യരെ ചേർത്ത് പിടിക്കലിന്റെയും ഒക്കെ ഒരു വലിയ മാതൃക തീർക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഏറ്റവും മൂല്യവത്തായ, ഏറ്റവും ധാർമ്മികമായ ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്താൻ ഈ നോമ്പുകാലം നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാകട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. എല്ലായ്പ്പോഴും നോമ്പെന്ന് പറയുമ്പോൾ അതിനെ വിദ്വേഷത്തിന്റെ ഭാഗമായി കൂടി കണ്ടുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. നോമ്പുകാലത്ത് മലപ്പുറത്ത് ഹോട്ടലുകൾ തുറക്കില്ല, മലപ്പുറത്ത് ഭക്ഷണം ലഭിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി നോമ്പുകാലമായാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളോ അതല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റാളുകളോ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ വളരെ സജീവമാണ്. ഇവിടുത്തെ ഈ ചെറിയ പ്രചരണങ്ങൾ വലിയ രീതിയിലാണ് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെടുക. ഇന്ന് കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമൊക്കെ വളരെ സജീവമായി ചർച്ചയാക്കപ്പെടുന്ന ഒരു കാലമാണ്. മുസ്ലിം വേഷം ധരിച്ച യുവതികൾ ഹിന്ദു വേഷധാരികളായ സഹോദരിമാരെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതാണ് ഇന്ന് അതിന്റെ രണ്ടാം ഭാഗത്ത് ഏറ്റവും അധികം വിദ്വേഷം ജനിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ കേരളം എന്താണെന്ന് അറിയാത്ത ആളുകൾ കേരളത്തെക്കുറിച്ച് അപഖ്യാതി ഉണ്ടായിക്കൊണ്ടുള്ള ഇതുപോലെയുള്ള വിഷ്വലുകൾ പുറത്തുവിടുമ്പോൾ നമ്മുടെ നാടിനതുണ്ടാകുന്ന പരിക്ക് ചെറുതല്ല. ഇവിടെ നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇവിടെ മതങ്ങൾ തമ്മിലുള്ള വേർതിരിവുകളില്ല. ഇവിടുത്തെ ആഘോഷങ്ങൾ നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുന്നവരാണ്. ഇവിടുത്തെ ആരാധനകൾ, ആചാരങ്ങൾ ഇവയൊക്കെ നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുന്നവരും അല്ലെങ്കിൽ ആചരിക്കുന്നവരുമാണ്. തൊട്ടപ്പുറത്തെ ക്ഷേത്രത്തിലെ ആചാരമോ ആഘോഷമോ അത് ഏറ്റവും കമനീയമായി മാറാൻ, ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി തീരാൻ കൂടെ നിൽക്കുന്നവരാണ് ഈ പ്രദേശത്തെ ആളുകൾ. തൊട്ടപ്പുറത്ത് പള്ളിയിൽ, ചർച്ചിൽ അവിടെ ആഘോഷമുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ. ഇത് പരസ്പരം പൂരകങ്ങളായി പോകുന്ന ഒന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവമായി ഇവിടെ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾക്കിടയിലേക്കൊക്കെ എന്താണ് മതമെന്നും എന്താണ് മതത്തിന്റെ ആചാരമെന്നും എന്താണ് അനുഷ്ഠാനമെന്നും ഒരാളുടെ വിശ്വാസം അതൊരിക്കലും തന്നെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതോ അതല്ലെങ്കിൽ അത് നിർബന്ധമാക്കണമെന്ന് അവനെ നിർബന്ധിക്കുന്നതോ ഒന്നും തന്നെ അത് വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് പറയാനും, ഒരാളുടെ വിശ്വാസവും അവന്റെ കർമ്മവും അവന്റെ ആരാധനയും നിർവഹിക്കാൻ ഒരിക്കലും തന്നെ മറ്റൊരാളെ പ്രയാസപ്പെടുത്താത്ത വിധം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണുള്ളത്. ഇതൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ, ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രതിരോധം തീർക്കാനും, എന്താണ് യഥാർത്ഥ ഈ നാട്, ഈ കേരളം അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാനുമൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് കഴിയേണ്ട ഒരു കാലവും ഒരു സന്ദർഭവുമാണിത്. ആ അർത്ഥത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു ചടങ്ങാണ് കാളികാവിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ നടത്തുന്നത്. ഈ കാളികാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നവർ ആരാണ് എന്ന നോട്ടം ഈ ഇഫ്താർ കിറ്റ് വിതരണത്തിനില്ല. മുസ്ലിമാവാം, അല്ലാത്തവരാകാം, ആരുമാകാം, ആർക്കാണെങ്കിലും ശരി. വൈകുന്നേരം ഇവിടെ എത്ര പേര് അഡ്മിറ്റ് ഉണ്ടോ, അവരുടെ കൂടെ എത്ര കൂട്ടിയിരിപ്പുകാരുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ ഔദ്യോഗിക കണക്കുകൾ നൽകുന്ന മുറക്ക് ഇവിടുത്തെ യൂത്ത് ലീഗുകാർ അവർക്ക് ഭക്ഷണവുമായി എത്തുകയാണ്. ഈ ഒരു രീതിയിലുള്ള നന്മയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മുദ്രാവാക്യം വിളികൾ മാത്രമല്ല, സമരങ്ങളല്ല, പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കലല്ല, പഞ്ചായത്ത് ഭരിക്കൽ മാത്രമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളുള്ള, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടി സജീവമായി ഇടപെടലും അതിന് പരിഹാരം കാണലും കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ നടത്തുന്ന യൂത്ത് ലീഗിന്റെ കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിയെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഇതൊരു നല്ല കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ തുടക്കം കുറിച്ച അനാസറും അതുപോലെ തന്നെ ഷമീറും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. 14 വർഷമായി കാളികാവ് ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ വർഷവും ഇഫ്താർ ഒരുക്കിയിരിക്കുകയാണ് കാളികാവ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി. നീണ്ട 14 വർഷങ്ങളായി ആശുപത്രിയിൽ റംസാൻ 1 മുതൽ 30 ദിനങ്ങളിലായി യൂത്ത് ലീഗ് ഇഫ്താർ നടത്തിവരുന്നു. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും എണ്ണത്തിനനുസരിച്ച് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്ഹദ് മമ്പാടൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അമാനുള്ള അമ്പലക്കടവ് സ്വാഗതം പറഞ്ഞു. കാളികാവ് പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി, ട്രഷറർ VPA നാസർ, നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഒ അനീസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PU മുഹമ്മദ് രജീബ്, N ജാഫർ, ഷിഹാബ് കുട്ടശ്ശേരി, അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി, P സമീർ എന്നിവർ സംസാരിച്ചു. ആഷിഖ് മേലെ കാളികാവ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.
സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.